ഹലോ ഗൈസ്, വെൽക്കം ടു സെൻറ്റാങ്കിൾ ആർട്ട് ഡേ 14. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻറ്റാങ്കിൾ ആർട്ട് അല്ല, ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടാണെന്ന് വേണേൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 12x12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുന്നു. പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 6x6 സെൻറ്റിമീറ്റർ ഉള്ള 4 സ്ക്വയറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ 1/2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഓരോ കോർണറിൽ നിന്നും ഈ മാർക്ക് ചെയ്ത ഡോട്ടുകളിലേക്ക് നമ്മൾ ഓരോ ലൈൻസ് വരച്ച് കണക്ട് ചെയ്യുന്നു മൊത്തം. ഇനി ചെയ്ത ശേഷം നമ്മൾ ഈ ഓരോ ചെറിയ സ്ക്വയറിൻ്റെയും ഡയഗണൽസ് ഒരു 8 സെൻറ്റിമീറ്റർ വരും ഈ ഡയഗണൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് 1/2 സെൻറ്റിമീറ്റർ വെച്ച് വീണ്ടും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഓരോ കോർണറുകളിലേക്കും ലൈൻ വരച്ച് വീണ്ടും ഇതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്ന 4 സ്ക്വയറുകളിലും ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ ഇമേജ് ഏറെക്കുറെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമുക്കൊന്നും വരയ്ക്കാനായിട്ടില്ല. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത് ഇങ്ങനെ ജോമെട്രിക്കലി നമ്മളിങ്ങനെ അളവൊക്കെ എടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് പാടാണോ എന്ന് തോന്നിയാലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വരച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ പോർഷൻ, ഷെയ്ഡിങ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഒരു കോളം തെറ്റ് ഷെയ്ഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം എടുത്ത ഫുൾ എഫേർട്ട് അത് വെള്ളത്തിലായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് ഇടവിട്ട് ഷെയ്ഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഡയഗണൽസ് ഉണ്ടല്ലോ, ആ സ്ക്വയറിൻ്റെ ഡയഗണലിൽ ഇതുപോലെ ഇടവിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ രണ്ടും ഫിനിഷ് ചെയ്ത ശേഷം മാത്രം ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വീണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ കുറച്ചുകൂടി ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ആദ്യം സ്ക്വയറിൻ്റെ 2 സൈഡും പിന്നെ ഡയഗണലും ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇത് ചെയ്യാൻ നല്ല മെനക്കെട്ട പരിപാടിയാണ്, കുറേ നേരം എടുക്കും. പക്ഷേ ഇപ്പോൾ നോക്ക്, ആ ഒരു ഫസ്റ്റ് ചെറിയ സ്ക്വയർ മൊത്തം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത്ര നേരം ചെയ്ത് ഇതാണോ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ലുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അത്രയും ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്കൊരു ആവേശം വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സ്ക്വയേഴ്സും ഫില്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ഞാനിത് 2 ദിവസം എടുത്തിട്ടാണ് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. കാര്യം ഫുൾ ടൈം ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് നമ്മളിങ്ങനെ വന്നിട്ട് വീണ്ടും കുറച്ച് ഷെയ്ഡ് ചെയ്താണ് 2 ദിവസം കൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാര്യം ഒറ്റയടിക്ക് ഇരിക്കുമ്പോൾ നല്ല സ്ട്രെസ്സായിട്ട് തോന്നും. ആക്ച്വലി സെൻറ്റാങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് കിട്ടാറ്. കാര്യം അതിങ്ങനെ കർവ്ഡ് ലൈൻസ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു രസം തോന്നും. പക്ഷേ ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ട് ആയതുകൊണ്ടായിരിക്കാം, ഇതിൽ കുറച്ച് ജോമെട്രിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇത് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഇത്ര നേരം എടുത്ത ഫുൾ സ്ട്രെസ്സിനും ഒരു സമാധാനം കിട്ടിയ പോലെ ആയിട്ടോ. എത്ര സ്ട്രെസ് എടുത്ത് ചെയ്താലും അവസാനത്തെ ഈ ഒരു ലുക്ക് കാണുമ്പോഴത്തേനും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.